നമസ്കാരം. എല്ലാവർക്കും ആദ്യമായിട്ട് ശുഭദിനം നേരുന്നു. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ സോണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Q1 റിസൾട്ടുകളിൽ ആദ്യ റിസൾട്ടായിട്ടുള്ള TCSൻ്റെ റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവേഴ്സിന് ശേഷം വരും. കൂടാതെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ FISും DISും നെറ്റ് ബയേഴ്സായിരുന്നു. FIS 77 കോടി രൂപയ്ക്കും DIS 920 കോടി രൂപയ്ക്കും ബൈ നടത്തി. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. നേരെ യൂറോപ്യൻ US മാർക്കറ്റുകൾ ഓപ്പൺ ആയി. യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. US മാർക്കറ്റ് ഓപ്പണായി. US മാർക്കറ്റിൽ നിന്ന് ഇന്നലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അവിടുത്തെ NVIDIA, ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനി, 4 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആയി എന്നുള്ള ഒരു ന്യൂസ് വന്നു. US മാർക്കറ്റ് ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ തവണ റേറ്റ് കട്ടും ഓൾമോസ്റ്റ് കൺഫേം ആയി. അതുകൊണ്ടും US മാർക്കറ്റ് നല്ല രീതിയിൽ റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്റ്റാർലിങ്ക്, എലൻ മസ്കിൻ്റെ ഉപഗ്രഹ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് കമ്പനിയായിട്ടുള്ള സ്റ്റാർലിങ്കിന് അംഗീകാരം കിട്ടി എന്നുള്ള വാർത്തയാണ് ഇന്ന് നമുക്ക് ഉള്ള ഒരു ജനറൽ ആയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ന്യൂസ്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ പോസിറ്റീവായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 67 പോയിൻറ്റ് മൈനസാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി 215 പോയിൻറ്റ് മൈനസാണ്. കൊറിയയും ചൈനയും ഫ്ലാറ്റാണ്. ഗോൾഡ് കാണാം ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $10 ഉയർന്നു. ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ബിറ്റ്കോയിനിൽ ഒരു ബ്രേക്ക് ഔട്ട് നടത്തി. ബിറ്റ്കോയിൻ $2289 സ്പൈക്ക് ചെയ്തു. അപ്പോൾ ഓൾ ടൈം ഹൈയിലേക്ക് ബിറ്റ്കോയിൻ വീണ്ടും പോവുകയാണ്. അപ്പോൾ ബിറ്റ്കോയിൻ നിക്ഷേപകർക്ക് വലിയ സന്തോഷം നൽകി. ബിറ്റ്കോയിനിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷനൊന്നുമല്ല, വാർത്തകൾ മാത്രമാണ്. അതിനു മുമ്പ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻട്രാഡേ ഓപ്ഷൻ ചെയ്യാൻ ഇന്ത്യയിൽ തന്നെ ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യം റെയിൽടെയിൽ കമ്പനി 17 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇൻവീറോ ഇൻഫ്ര കമ്പനി അവർക്ക് 395 കോടി രൂപയുടെ ഓർഡർ കിട്ടി. എംക്യൂർ ഫാർമ കമ്പനി ഇവർ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി ഇവരുടെ ഓൺകോളജി പ്ലാന്റിൽ അഹമ്മദാബാദ്. അപ്പോൾ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് സക്സസ്ഫുള്ളി സമർപ്പിച്ചു എന്നുള്ള ന്യൂസ്. എയർടെൽ കമ്പനി എറിക്സനായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. LIC കമ്പനി ഗവൺമെൻറ് LICയിലുള്ള സ്റ്റേക്ക് ഓഫർ ഫോർ സെയിലിലൂടെ വിൽക്കാനായിട്ടുള്ള പദ്ധതി ഉണ്ടെന്നുള്ള ന്യൂസ്. ശുക്ര ഫാർമ കമ്പനി അവർ 4 ബ്രാഞ്ച് ബോംബെയിലും ബാംഗ്ലൂരിലൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്തു എന്നുള്ള ന്യൂസ്. ഗെയിലിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവർ ഓയിൽ ഇന്ത്യ ആയിട്ടൊരു ലോങ് ടൈം കരാറിൽ സൈൻ ചെയ്തു. 15 വർഷത്തെ ലോങ് ടൈം കരാർ. NLC ഇന്ത്യ കമ്പനി ഇവരുടെ സിമൻറ്റ് പ്രൊഡക്ഷൻ 5% ഡൗൺ ആയി എന്നുള്ള ന്യൂസ്. പെനിൻസുല ലാൻഡ് കമ്പനി ഇവർ 700 കോടി രൂപയുടെ റീഡെവലപ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ധാരണയായി. ഇൻഡോ സോളാർ കമ്പനി ഇവർ വാരീസ് എനർജി ഇൻഡോ സോളാറിലുള്ള അവരുടെ സ്റ്റേക്ക് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് എത്താം. താങ്ക് യു ഓൾ.